നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു 26K PC ആണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഗെയിമിംഗ് PC അല്ല, ഇതൊരു എഡിറ്റിംഗ് PC ആണ്. ഇതൊരു ബഡ്ജറ്റ് എഡിറ്റിംഗ് PC ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്രാഫിക്സ് കാർഡ് ഒന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല, കാര്യം വളരെ ഹൈലി പ്രൈസ്ഡ് ആണ് ഗ്രാഫിക്സ് കാർഡ് എല്ലാം. ഈ ഒരു 26K PC ബിൽഡിൽ 3 കോമ്പൗണ്ട്സ് ഇൻക്ലൂഡ് അല്ല. PC ക്യാബിനറ്റും പവർ സപ്ലൈയും പിന്നെ ഒരു 500 GB ഹാർഡ് ഡിസ്കും. കാര്യം ഇതൊരു പഴയ PC അപ്ഗ്രേഡ് ചെയ്തതായതുകൊണ്ട് തന്നെയാണ്, പഴയ PC ഉണ്ടായിരുന്ന കോമ്പൗണ്ട്സ് തന്നെയാണ് ഈ ഒരു പുതിയ ബിൽഡിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു 3 കോമ്പൗണ്ട്സ് ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ നമുക്ക് അണ്ടർ 30K ഈ ഒരു PC ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊരു ഗെയിമിംഗ് PC അല്ലെങ്കിൽ പോലും കുറച്ച് ഗെയിമിംഗ് ബെഞ്ച് മാർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കാം. PC യൂസ് ചെയ്തേക്കുന്ന PC പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ബിൽഡിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്റലിന്റെ i5 9400F പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സറിൽ ഇന്റലിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് വരുന്നില്ല. പക്ഷേ എഡിറ്റിംഗിന് നമുക്ക് ഇന്റലിന്റെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വരുന്നത്. അതായത് ഇന്റലിന്റെ ക്വിക്ക് സിങ്ക് ടെക്നോളജി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കും. അതായത് നമുക്ക് അഡോബ് പ്രീമിയർ പ്രോയിൽ പെട്ടെന്ന് റെൻഡർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ പ്രോസസ്സറിൽ നമുക്ക് 6 കോർ 6 ത്രെഡ് കിട്ടുന്നുണ്ട്. ഈ പ്രോസസ്സറിന്റെ ബേസ് ക്ലോക്ക് എന്ന് പറയുന്നത് 2.90 GHz ആണ്. ബൂസ്റ്റ് ക്ലോക്ക് നമുക്ക് കിട്ടുന്നത് 4.10 GHz ആണ്. പിന്നെ നമുക്ക് കിട്ടുന്നത് 9 MB ക്യാച്ചയാണ് ഈ പ്രോസസ്സറിൽ കിട്ടുന്നത്. അടുത്തതായി നമ്മൾ മദർ ബോർഡ് യൂസ് ചെയ്യുന്ന അസ്യൂസിന്റെ H310 മദർ ബോർഡാണ്. ഈ മദർ ബോർഡിന്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 4 3.1 USB പോർട്സ് വരുന്നുണ്ട്, പിന്നെ 6 SATA പോർട്സ് വരുന്നുണ്ട്. ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് വൈഫൈ സപ്പോർട്ട് ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഹീറ്റ് സിങ്സും ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല നമുക്ക് M.2 SSD സ്ലോട്ടും ഈ ഒരു മദർ ബോർഡ് അവൈലബിൾ അല്ല. 2 RAM സ്ലോട്ട്സ് മാത്രമേ നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ കിട്ടുന്നുള്ളൂ. RGB സപ്പോർട്ടും അല്ല ഈ മദർ ബോർഡിൽ. കാര്യം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് മദർ ബോർഡാണ്. പക്ഷെ നമുക്ക് പെർഫോമൻസിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല P സീരീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന ഗിഗാബൈറ്റിന്റെ 240 GB SSD ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 500 MB 420 MB ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പഴയ PC ഉണ്ടായിരുന്ന 500 GB ഹാർഡ് ഡിസ്ക് കൂടി നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റാം യൂസ് ചെയ്യുന്ന ADATയുടെ 8 GB സിംഗിൾ സ്റ്റിക്ക് ആണ്. 2666 MHz വരുന്ന റാം ആണ്. അതുകൊണ്ട് 2666 MHz റാം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇഫ് നമ്മളൊരു 3000 MHz റാം എടുത്താൽ പോലും അത് ഡൗൺ ക്ലോക്ക് ആയി 2666 MHz ഈ റാം ഓടുന്നതായിരിക്കും. കാര്യം ഇന്റലിന്റെ i3 i5 ഒരിക്കലും റാം ഓവർ ക്ലോക്കിംഗ് സപ്പോർട്ടഡ് അല്ല. അതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 2666 MHz ആണ്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗ്രാഫിക്സ് കാർഡ് മേടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടഫായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ ഹൈലി ഓവർ പ്രൈസ്ഡ് ആണ് ഗ്രാഫിക്സ് കാർഡ്. അതുകൊണ്ട് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രം ആയിട്ടാണ് അസ്യൂസിൻ്റെ GT 710 DDR5 വെർഷൻ ഗ്രാഫിക്സ് കാർഡ് മേടിച്ചത്. ഇതൊരു 2 GB ഗ്രാഫിക്സ് കാർഡാണ്. ലോ പ്രൊഫൈൽ ആയ ഒരു ഗ്രാഫിക്സ് കാർഡാണിത്. ഈ ഗ്രാഫിക്സ് കാർഡിൽ നമുക്കൊരു VGA ഔട്ട് കിട്ടുന്നുണ്ട്, ഒരു HDMI ഔട്ടും കിട്ടുന്നുണ്ട്, ഒരു DVI ഔട്ടും കിട്ടുന്നുണ്ട്. ഈ ഒരു 3 ഔട്ടിലും നമുക്ക് 3 ഡിസ്പ്ലേ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ലൈറ്റ് ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. GTA 5 ആണെങ്കിൽ പോലും ലോ സെറ്റിംഗ്സിൽ 720p നമുക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ഗ്രാഫിക്സ് കാർഡിൽ. നമ്മൾ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു PC ഗെയിമിംഗ് PC ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു അത്യാവശ്യം 1660 സൂപ്പറോ അല്ലെങ്കിൽ ഒരു 1650 സൂപ്പറിൻ്റെ ഗ്രാഫിക്സ് കാർഡ് പെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗെയിമിംഗ് PC ആയിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റും. ഗെയിമിംഗ് ബെഞ്ച് മാർക്ക് നോക്കാം. അപ്പോൾ ഗെയിമിങ്ങിൽ ഞാൻ 2 ഗെയിംസ് മാത്രമേ ബെഞ്ച് മാർക്ക് ചെയ്തോളൂ. CS:GOയും വാലറന്റും മാത്രം ഈ ഒരു ബെഞ്ച് മാർക്കിൽ കാണിക്കുന്നുള്ളൂ. 720p കളിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈ ഗ്രാഫിക്സിൽ 73 ആവറേജ് FPS കിട്ടുന്നുണ്ട്. മീഡിയത്തിൽ കളിക്കുകയാണെങ്കിൽ നമുക്ക് ആവറേജ് ഒരു 86 FPS കിട്ടുന്നുണ്ട്. ലോ ഗ്രാഫിക്സിലാണെങ്കിൽ നമുക്കൊരു ആവറേജ് 125 FPS കിട്ടുന്നുണ്ട്. അടുത്തത് CS:GOയുടെ ബെഞ്ച് മാർക്സ് ആണ്. CS:GOയിൽ കളിക്കുമ്പോൾ നമുക്ക് ലോ ഗ്രാഫിക്സ് കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവറേജ് 86 FPS കിട്ടുന്നുണ്ട്. മീഡിയത്തിൽ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആവറേജ് 43 FPS കിട്ടുന്നുണ്ട്. ഹൈ ഗ്രാഫിക്സ് കളിക്കുമ്പോൾ നമുക്ക് ആവറേജ് ഒരു 31 FPS കിട്ടുന്നുള്ളൂ. സിനബെഞ്ചിൻ്റെ ബെഞ്ച് മാർക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാപ്ടോപ്പ് പ്രോസസ്സറായ i7 11th ജനറേഷനേക്കാളും നമുക്ക് കിട്ടുന്നുണ്ട്. മൾട്ടി കോർ സ്കോർ നമുക്ക് 5962 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓവറോൾ ഈ ഒരു PCയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ പ്രൊസസ്സറിൻ്റെ പ്രൈസ് വരുന്നത് 11,781 ആണ്. മദർ ബോർഡിൻ്റെ പ്രൈസ് വരുന്നത് 4,986 ആണ്. ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് വരുന്നത് 3,560 ആണ്. SSDയുടെ പ്രൈസ് വരുന്നത് 2,734 ആണ്. 8 GB സിംഗിൾ സ്റ്റിക്ക് റാമിൻ്റെ പ്രൈസ് വരുന്നത് 3,500 ആണ്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ 3 കോമ്പോണൻസ് ഞാൻ ഈ ഒരു ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ 3 കോമ്പോണൻസ് ഇൻക്ലൂഡ് ചെയ്താലും നമുക്ക് ഈ ഒരു PC അണ്ടർ 30K ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. PC ക്യാബിനറ്റ് പ്രൈസ് വരുന്നത് 2000 ആണ്. 500 GB ഹാർഡ് ഡിസ്ക് 1500 രൂപ ആ ഒരു പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സപ്ലൈ 650 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കൂടുതലുള്ള പവർ സപ്ലൈ കിട്ടുന്നതായിരിക്കും. വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നിങ്ങൾ ഇതേ സെയിം കോമ്പോണൻസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതേ പ്രൈസിൽ തന്നെ പ്രോഡക്ട്സ് കിട്ടണമെന്നില്ല. പല ഷോപ്പിലും പല പ്രൈസ് വേരിയേഷൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്റ്റ് ഈ ഒരു പ്രൈസ് തന്നെ കിട്ടണമെന്നില്ല. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുന്നതിലേക്ക് ബൈ.